ഇന്ന് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു ദിനമാണ്. നമ്മൾ ചെറുപ്പകാലങ്ങളിലെല്ലാം കേട്ട് കാണും, ഒരു മരം നടുന്ന ദിനമായിട്ടൊക്കെയാണ് പരിസ്ഥിതി ദിനത്തെ പലരും കണ്ടുവരുന്നത്. അന്ന് മരം നട്ടു. അത് മാത്രമാണോ ഒരു പരിസ്ഥിതി ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. നമ്മളൊരു ലോക പരിസ്ഥിതി ദിനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ പ്രകൃതി അഥവാ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ദിനം കൂടിയായിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഈ പ്രകൃതി ഉണ്ട് അല്ലേ, അതിൽ ഭൂമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് സംരക്ഷണം വരുന്നുണ്ട്, അതിൻ്റെ വെള്ളത്തിൻ്റെ സംരക്ഷണം വരുന്നുണ്ട്, നമ്മളുടെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ദിനമായിട്ടാണ് നമ്മുടെ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ തീം തന്നെയാണെങ്കിൽ നമ്മൾ ഓരോ വർഷവും ലോക പരിസ്ഥിതി ദിനത്തിന് ഒരു തീമുണ്ട്. അപ്പൊ ഇന്ന് 2024 തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയും? എല്ലാ ആൾക്കാരും പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. നമ്മൾക്ക് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം? നമ്മളുടെ വീട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ വെള്ളം സംരക്ഷിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാം. ഇപ്പൊ നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഡിഷ് വാഷ് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് പാത്രം കഴുകി വെള്ളം പരമാവധി കുറയ്ക്കാൻ ഉദ്ദേശിക്കും. നമ്മൾ മഴവെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഫ്ലഷ് ടാങ്കോ അതേപോലെ പാത്രം കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതേപോലെ തന്നെ മാക്സിമം വെള്ളം, നമ്മളിപ്പോൾ 2 ബക്കറ്റിലാണ് കുളിക്കുന്നതെങ്കിൽ 1 ബക്കറ്റ് കൊണ്ട് കുളിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. മരം നടലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ഈ വർഷവും നമുക്കൊരു മരം നടാം. നമ്മളൊരു 15 മരം അല്ലെങ്കിൽ 20 മരം 100 മരം അങ്ങനെ നടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കഴിയുന്ന ചിലപ്പോൾ 1 ആയിരിക്കാം അല്ലെങ്കിൽ 2 ആയിരിക്കാം മരം നട്ട് അതിനെ ഈ വർഷമല്ല മുഴുവനായിട്ട് ആയുഷ്കാലം മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ അതായിരിക്കും നിങ്ങൾ ഈ പരിസ്ഥിതി ദിനവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. നമുക്ക് വേറെ എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക്, എല്ലാവരും പ്ലാസ്റ്റിക് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഓരോ കടകളിലും ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പറയും, നമ്മൾ ഓരോ കടയിൽ നിന്നും അവർ പ്ലാസ്റ്റിക് ബാഗ് തന്നു, ഇവര് പ്ലാസ്റ്റിക് കൊണ്ടുവന്നു. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തുണി സഞ്ചിയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബാഗോ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോയി സാധനങ്ങൾ കൊണ്ടുവരാം. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നമുക്ക് കുറയ്ക്കാം. അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ മാക്സിമം കുറച്ച് വാങ്ങിക്കുക. പിന്നെ റീസൈക്കിൾഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങളും മറ്റുള്ളതും കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റീസൈക്ലിംഗ് ചെയ്യാനും നമുക്ക് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമാകൂ എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്.